യൂനുസ്, സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നമാണോ ഇത്തരത്തിലൊരു വിമത സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരിക്കുന്നത്? എന്താണ് ലീഗിനകത്ത് സ്ഥലത്ത് സംഭവിക്കുന്നത്, ആ വാർഡിൽ സംഭവിച്ചിരിക്കുന്നത്? ധന്യ, മലപ്പുറം ജില്ലയിൽ UDF-ൽ തന്നെ ചില പ്രശ്നങ്ങൾ പലയിടങ്ങളിലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ ലീഗിൽ തന്നെ വലിയ പ്രശ്നമുണ്ടാകുന്നു. വലിയ കൂട്ടയടി അടക്കം നടക്കുന്ന ഒരു സാഹചര്യം ലീഗിലടക്കം മലപ്പുറം ജില്ലയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട ഇന്ന് മലപ്പുറം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ലീഗിൽ ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. 25-ാം ഡിവിഷനിലാണ് വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM സലാമിൻ്റെ അദ്ദേഹം താമസിക്കുന്ന ഡിവിഷനിലാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി വരുന്നത്. കാലോടി സുലൈഖയാണ്. നിലവിൽ അവർ തിരൂരങ്ങാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്, വനിതാ ലീഗിൻ്റെ പ്രധാന നേതാവ് കൂടിയാണ്. അവരാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത്. PM സലാമിൻ്റെ ബന്ധു കൂടിയാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം തന്നെ പാർട്ടി അപമാനിച്ചു എന്നതാണ്. കാരണം താൻ നിലവിൽ വൈസ് ചെയർപേഴ്സണായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ നിർബന്ധിച്ച് അടുത്ത തവണ മത്സരിക്കാനില്ല എന്ന് നിർബന്ധിച്ച് എഴുതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അടുത്ത തവണ ഒരു സ്ത്രീ സംവരണം എന്ന നിലയ്ക്ക് ഇതൊരു ചെയർമാൻഷിപ്പ് തനിക്ക് ലഭിക്കുമെന്നോ ഉള്ള ഒരു ആശങ്ക മറ്റു ചില നേതാക്കൾക്കുണ്ട്. അവരാണ് തന്നെ വെട്ടാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇത് തന്നോട് ജനങ്ങൾ വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞതോടുകൂടിയാണ് താൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് CPM അടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം തനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് ഇപ്പോൾ സുലൈഖ ചെയ്യുന്നത്. വീടാന്തരം കയറി വോട്ട് ചോദിക്കുന്ന, ഒറ്റയ്ക്ക് തന്നെ വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സുലൈഖ ചെയ്യുന്നു. നിലവിൽ ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. CP ഹബീബയാണ് ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. പ്രധാനപ്പെട്ട സുലൈഖ പറയുന്നത് PM സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PM സലാം തന്നെ തന്നോട് ആവശ്യപ്പെട്ടു, മാറി നിൽക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു. മറ്റു നേതാക്കളുടെ വാക്ക് കേട്ട് തന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് സുലൈഖ പറയുന്നത്. ലീഗിൻ്റെ ഒരു വിശദീകരണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലീഗ് പറയുന്നത് ഇവർ രേഖാമൂലം തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രേഖാമൂലം ഈ പാർട്ടിക്ക് എഴുതി തന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി പരിഗണിച്ചത് എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ വിശദീകരണം. സുലൈഖയ്ക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്നും ഈ പാർട്ടി നേതൃത്വം അറിയിക്കുന്നുണ്ട്. ഏതായാലും ഒരു ചെയർമാൻഷിപ്പ്, പ്രത്യേകിച്ച് ചെയർപേഴ്സണായി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് തനിക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു സുലൈഖയ്ക്കുള്ളത്. ഏതായാലും പ്രചാരണം ശക്തമാകുകയാണ്. ശക്തമായ ഒരു മത്സരം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ധന്യ. ശരി യൂനുസ്.